ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിൽ സീലിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ സേഫ്റ്റി ആയിട്ട് ഒരിക്കലും അപകടം കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ സീലിംഗ് വർക്കിൽ വരുന്ന ലൈറ്റ്സ് കാര്യങ്ങൾ അതിൻ്റെ പോയിന്റുകളൊക്കെ കൊണ്ടുപോകാനുള്ള വീഡിയോ ആണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഏറ്റവും സ്റ്റാൻഡ് ലെയറിൻ്റെ ഏരിയയാണ് കാണുന്നത്. അവിടെ റൗണ്ടാണ് മൊത്തം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഏതാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, LED കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ്സ് ആദ്യമേ തന്നെ പോയിന്റ് നമ്മൾ ഓൾറെഡി ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വരുന്ന ഏരിയ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയ ലിവിങ് ഏരിയയാണ്, TV ഒക്കെ ഇരിക്കുന്ന ഏരിയ. ആ ഏരിയയിൽ ഒരു ബോക്സ് വെച്ചിട്ട് ആ ബോക്സിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ LED സ്ട്രിപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഫാനിൻ്റെ ഒരു പോയിന്റ് ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫാൻ കൂടാതെ എക്സ്ട്രാ ഒരു പോയിന്റ് കൂടി അഡാപ്റ്ററിന് വേണ്ടിയിട്ട്, ആ LED സ്ട്രിപ്പിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പോയിന്റ് വലിച്ച് നമ്മൾ പുറത്തേക്ക് കൊടുക്കും. അപ്പോൾ അതിൻ്റെ സൈഡ് നമുക്ക് LED സ്ട്രിപ്പ് കൊടുക്കാം. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ കണ്ടോ, ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ സീലിംഗ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പൈപ്പ് മുകളിലേക്ക് പൊക്കി ഇട്ടിട്ടുണ്ടാവും. അത് നമ്മൾ വാർക്കയോട് ചേർത്താണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്നും സെപ്പറേറ്റ് പൈപ്പുകൾ മാത്രമല്ല കൊടുത്തിരിക്കുന്നത്, ജംഗ്ഷൻ ഉപയോഗിച്ചിട്ട് സാധാരണ വയറിങ് ചെയ്യുന്ന പോലെ തന്നെ മുകളിലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്റ്റി. കാരണം ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന ചാനൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ട്രിപ്പിങ് കാര്യങ്ങളൊക്കെ വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജംഗ്ഷൻ ബോക്സും സാധാരണ PVC പൈപ്പും ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ വയറിങ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഓരോ വയറിൻ്റെ ലെങ്ത്ത് നമ്മൾ നീട്ടിയിട്ടുണ്ടോ, ആ ലെങ്ത്ത് വയർ നീട്ടിയിട്ട് ഫ്ലെക്സിബിൾ ഹോസ് ഇട്ട് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ലെവൽ വെറുതെ വയർ കാര്യങ്ങളൊക്കെ വലിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വയറൊന്ന് ഷോർട്ടായി കഴിഞ്ഞാൽ മൊത്തം കത്ത് പിടിക്കാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് പല കടകളിലും അതുപോലെ ചില വീടുകളിലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ വയർ ഷോർട്ടായി കഴിഞ്ഞാൽ മുകളിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. അതിൻ്റെ മെയിൻ കാരണങ്ങളിലൊന്നാണ് നമ്മൾ ഈ പറയുന്ന ജംഗ്ഷൻ ബോക്സും പൈപ്പുകളും എല്ലാം ഇട്ടിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ ഹൈ സേഫ്റ്റി ആയിട്ട് വേണം നമ്മൾ സീലിങ്ങിൻ്റെ മുകളിൽ നമ്മൾ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ സേഫ്റ്റി ആയിട്ട് തന്നെ കൊടുത്ത് ക്ലിയർ ചെയ്തിട്ട് പൈപ്പ് കൊടുക്കുക, അതിനുശേഷം വയർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം എല്ലാ വയറിൻ്റെ തുമ്പത്ത്, അതായത് ഏറ്റവും എൻഡ് വരുന്നതിൻ്റെ തുമ്പുണ്ടാവും, അത് നമ്മൾ കറക്റ്റായിട്ട് ടേപ്പ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഈ വയർ ചിലപ്പോൾ ഉപയോഗിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലൈറ്റ് പിടിപ്പിക്കാതെ ചിലപ്പോൾ ഓൾറെഡി നമ്മളവിടെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല ഫിനിഷിങ് ആവുന്ന സമയത്ത്. അപ്പോൾ ഈ വയറുകളെല്ലാം തന്നെ ഈ ചാനലിൽ പോയി മുട്ടി വയർ ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ട്രിപ്പ് ആയിരിക്കും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് വയറിങ് ചെയ്യുമ്പോൾ തന്നെ സേഫ്റ്റി ആയിട്ട് ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യങ്ങൾ ഒന്നും വരുന്നില്ല. LED സ്ട്രിപ്പ് പോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. പ്രൊഫൈൽ ലൈറ്റ് വർക്ക് ചെയ്യുന്നത് സാധാരണ LED സ്ട്രിപ്പ് പോലെ തന്നെ അഡാപ്റ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഫൈൽ ലൈറ്റ് നമ്മൾ കൊടുക്കുന്ന സ്ഥലത്ത് അത് അഡാപ്റ്റർ വെക്കാനുള്ള ഗ്യാപ്പും കൂടി നമ്മൾ ഇട്ടതിന് ശേഷം അതിനുള്ളൊരു ഓപ്ഷൻ കണ്ടിട്ട് വേണം നമ്മൾ പ്രൊഫൈൽ ലൈറ്റിൻ്റെ ഏരിയ ചെയ്യാനായിട്ട്. അതിന് ഏറ്റവും നല്ല പ്രൊഫൈൽ ലൈറ്റിൻ്റെ സൈഡിലായിട്ട് സാധാ നോർമൽ പാനൽ ലൈറ്റ്സ് വരുന്നുണ്ടെങ്കിൽ ആ പാനൽ ലൈറ്റ്സിൻ്റെ മുകളിലായിട്ട് നമ്മൾ അഡാപ്റ്റർ കൊടുക്കണം. കാരണം പ്രൊഫൈൽ ലൈറ്റ് വർക്ക് ചെയ്യുന്ന അഡാപ്റ്റർ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്, അതായത് DC ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ AC-നെ DC ആക്കി 12 വോൾട്ട് ആക്കി കൺവേർട്ട് ചെയ്യുന്ന അഡാപ്റ്റർ മസ്റ്റായിട്ട് നമുക്ക് കൊടുക്കാനുള്ള സ്പേസ് പ്രൊഫൈൽ ലൈറ്റിന് അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ പ്രൊഫൈൽ ലൈറ്റിൻ്റെ പോയിന്റുകൾ കാര്യങ്ങൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ് എങ്ങനെ കൊടുക്കണമെന്ന്, എങ്ങനെയാണ് അതിൻ്റെ വയറിംഗ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണം താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.